ഞാൻ അവിടെ ബാത്റൂം തുറന്നപ്പോൾ നേരെ മിറർ കണ്ടു അറിയാതെ. അപ്പോൾ നോക്കുമ്പോൾ തലയിൽ ഇങ്ങനെ ഒരു ഭാഗം കുഴിഞ്ഞ് കുറച്ച് ഡെപ്തുള്ളൊരു കുഴി, ബാക്കി ഭാഗത്ത് ഫ്ലഷും ഇതൊന്നും ഇല്ലാണ്ട് നിറയെ ബ്ലഡ് പിടിച്ചിരിക്കുന്നൊരു ഇത് കണ്ടു. പെട്ടെന്ന് കണ്ടപ്പോൾ ഒന്ന് പാനിക്കായി. എനിക്കൊരു നോർമൽ ഹെഡേക്ക് പോലും വരാത്തതാണ്. ഞാനതുപോലെ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലിൽ ജീവിച്ചുകൊണ്ടാണ് മര്യാദ കുറഞ്ഞിട്ട് 85 ദിവസമായി. പനമ്പിള്ളി നഗറി ഇൻസൈറ്റ് എന്ന് പറയുന്നൊരു ഇൻസൈറ്റ് ഡെർമാ ക്ലിനിക് എന്ന് പറയുന്നൊരു ക്ലിനിക്കിൽ പോയിട്ട് എനിക്ക് കുറച്ച് നെറ്റിയിൽ മുടി പോയിട്ടുണ്ടായിരുന്നു. ആ മുടി ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പോയിട്ട് ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തതാണ്. അവർ ഹെഡ് വാഷ് പറഞ്ഞിരുന്നത് മാർച്ച് 7-ാം തീയതിയാണ്. മാർച്ച് 7-ാം തീയതി ആയപ്പോഴേക്കും തല ശരിക്ക് ഇൻഫെക്റ്റഡ് ആയി, ഡിസ്ചാർജ് വന്നു, നെറ്റിയിൽ വരെ കളർ ചേഞ്ച് വന്നു. സിവിയർ പെയിൻ കൊണ്ട് ഉറങ്ങാൻ പോലും പറ്റാത്ത കണ്ടീഷനായിരുന്നു. ലൂർദ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അവിടുത്തെ പ്ലാസ്റ്റിക് സർജനാണ് ഇപ്പോൾ കൺസൾട്ട് ചെയ്യണത്. ലൂർദ് ഹോസ്പിറ്റലിൽ ചെന്നിട്ട് മാർച്ച് 13-ാം തീയതി മുതൽ ഏപ്രിൽ 2 വരെ ഞാൻ കണ്ടിന്യൂസ് 21 ദിവസം ഹോസ്പിറ്റലൈസ് ആയിരുന്നു. ഒരു 8ഓളം സർജറികൾ അന്ന് ചെയ്തിരുന്നു. അതിനുശേഷം പിന്നെ ഈ വെള്ളിയാഴ്ച ഉൾപ്പെടെ വീണ്ടും 5 സർജറി ചെയ്ത് 13 സർജറിയായി. നമ്മുടെ ഹ്യൂമൻ ഫ്ലഷ് തിന്നുന്ന ബാക്ടീരിയ ആയിരുന്നു. അപ്പോൾ തലയുടെ 2 ലെയർ ഓൾറെഡി ബാക്ടീരിയ തിന്ന് ഇപ്പോൾ സ്കള്ളും അതിലത്തെ ബോണൊക്കെ എക്സ്പോസ് ആയിട്ടിരിക്കുകയാണ്. ഇപ്പോൾ എൻ്റെ കാലിന്മേന്ന് സ്കിന്നെടുത്ത് ഗ്രാഫ്റ്റ് ചെയ്ത് 3 ഭാഗത്തുനിന്ന് സ്കിന്നെടുത്ത് ഗ്രാഫ്റ്റ് ചെയ്തു. എങ്കിലും ഫുള്ള് കവേർഡ് ആയിട്ടില്ല. ഇനി 3 ഭാഗത്തും കൂടെ ബോൺ എക്സ്പോസ് ആണ്. അപ്പോൾ അവിടത്തേക്ക് സ്കിൻ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഡിബ്രൈഡ്മെൻറ്റും അതിനുള്ള ട്രീറ്റ്മെൻറ്റുകളും പിന്നെ ഈ വാക്ക് എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെൻറ്റും കൂടി ഇതിൻ്റെ കൂടെ ഉണ്ട്. അതായത് വാക്യൂം അസിസ്റ്റഡ് ക്ലോഷർ എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ ഈ സർജിക്കൽ വൂണ്ടിൽ നിന്ന് വരുന്ന സെക്രീഷൻസ് ഇതിനകത്ത് വേസ്റ്റായിട്ട് സ്റ്റോർ ചെയ്യും വാക്യൂം ചെയ്തിട്ട്. അപ്പോൾ ഈ വാക്യൂം വെച്ചിട്ട് നമ്മൾ ഇവിടെയുള്ള ടിഷ്യൂസ് ഗ്രോ ആവാനുള്ള ചാൻസ് കൂടുതലാണെന്നാണ് ഈ മെഷീനും കൂടെ നമ്മൾ വെച്ചിട്ട് ഈ മെഷീൻ പൊക്കി പിടിച്ചുകൊണ്ടാണ് നമുക്ക് ട്രാവൽ ചെയ്യാനും ബാത്റൂമിൽ പോകാനെല്ലാം ഈ മെഷീൻ യൂസ് ചെയ്തിട്ടാണ്. ഇതുപോലൊരവസ്ഥ ഇനി ലോകത്തൊരാൾക്കും വരരുത്. ഇത് ജനങ്ങളറിയണം. ഈ സോഷ്യൽ മീഡിയയിലൂടെ കൂണുപോലെ മുളച്ചു പൊങ്ങുന്ന ക്ലിനിക്കുകൾ വേണ്ടാന്ന് ഞാൻ പറയണില്ല, ക്ലിനിക്കുകൾ വേണം. ബട്ട് അത് ഓതൻറ്റിക് ആയിട്ടുള്ള ആളുകളുടെ ക്ലിനിക്കായിരിക്കണം. അവർ ശരിക്കും പറഞ്ഞാൽ പ്രൊഫഷണലി അതും എത്തിക്കലി കാര്യങ്ങൾ ചെയ്യുന്നവരായിരിക്കണം.